മാനഭംഗ കേസ് പ്രതി 25 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് 25 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായത്. പ്രതിക്കെതിരെ സമാനമായ 2 കേസുകളാണ് ഉള്ളത്. 1999 ഓഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസിന് കാരണമായ സംഭവമുണ്ടായത്. ആദ്യ കേസിൽ പ്രതി താമസിച്ചിരുന്ന ചെമ്പൻകൊല്ലിയിലുള്ള വീടിന്റെ അടുത്തുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സ്ത്രീയെ കയ്യിൽ കയറി പിടിച്ച് മാനഭംഗപ്പെടുത്തിയതിന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്തുവെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ശേഷം മാസങ്ങൾക്ക് ശേഷം പ്രതി താമസിച്ചിരുന്ന ചെമ്പൻകൊല്ലിയിലുള്ള വീടിന്റെ അടുത്തുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിൽ കുടുംബസമേതം താമസിച്ചിരുന്ന സ്ത്രീയെ മാനഹാനിപ്പെടുത്തുകയും സ്ത്രീയെ മാരകായുധമായ കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനും സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയതിൽ പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ല. പ്രതിയെ പിടിക്കാൻ പോലീസ് വർഷങ്ങളായി അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ബി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ NB ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തുകയും കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി രാജുവിനെ എടക്കര പോലീസ് പിടികൂടി നിലമ്പൂർ കോടതി മുമ്പാകെ ഹാജരാക്കി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ASIമാരായ ഷാജഹാൻ, വാസുദേവൻ, സീനിയർ CPO സാബിർ അലി, CPOമാരായ പ്രശാന്ത്, ഷാഫി മരുത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ത്രെഡ് 24 എടക്കര.